ഇത് ഈ നാട് ഭരിച്ചിരുന്നൊരു രാജാവിൻ്റെ കൊട്ടാരമാണ്. പടിഞ്ഞാറ് ഓങ്ങല്ലൂർ മുതൽ കിഴക്കൊറ്റപ്പാലം വരെയും വടക്ക് മുണ്ടക്കോട്ടുകുറിശി മുതൽ തെക്ക് ഭാരതപ്പുഴ വരെയും പരന്നു കിടന്നിരുന്ന 96 ദേശങ്ങൾക്കധിപനായ കവളപ്പാറ രാജാവിൻ്റെ കൊട്ടാരം. 3000-ഓളം പടയാളികളുണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ കൊട്ടാരം. 50ഓളം പടയാളികൾ സദാ കാവൽ നിന്നിരുന്ന കൊട്ടാരം. ഊട്ടുപുരയും ടെന്നീസ് കോർട്ടും ഉദ്യാനങ്ങളും കാർ ഷെഡുമൊക്കെയായി വൈദ്യുതി എത്തി നോക്കിയിട്ടില്ലാത്ത ആ കാലത്ത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ജനറേറ്ററുകളാൽ രാത്രി പോലും പ്രകാശമാനമായിരുന്ന ഒരു കൊട്ടാരം. ആളുകളെ വിചാരണയ്ക്ക് ശേഷം ചാട്ടവാറ് കൊണ്ടടിച്ച് മുറിവിൽ ഉപ്പും മുളകും തേച്ച് ജീവനോടെ തള്ളിയിരുന്ന ഒരു കല്ലറയുണ്ടായിരുന്നത്രേ ഈ കൊട്ടാരവളപ്പിൽ. കേരളത്തിലെ ആദ്യത്തെ ചന്തയായ വാണിയംകുളം ചന്തയ്ക്ക് തുടക്കം കുറിച്ചതും കവളപ്പാറ രാജാവാണ്. കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പുകൾ മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നും മൗലിഖാന എന്ന പുരസ്കാരം ലഭിച്ച ഒരു രാജവംശമായിരുന്നു കവളപ്പാറ രാജാവിൻ്റേത്. മരുമക്കത്തായത്തിൻ്റെ നൂലാമാലകളിൽ സുപ്രീം കോർട്ടിലും ലണ്ടനിലെ പ്രിവി കൗൺസിലുകളിലുമായി കേസുകൾ ആരംഭിച്ചപ്പോൾ കൊട്ടാരത്തിൻ്റെ തകർച്ച ആരംഭിച്ചു. കണ്ടു തീർത്ത കാഴ്ചകളുടെ വൈവിധ്യത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങളുടെ ഓർമ്മയിൽ നിസ്സംഗമായി നിർവികാരമായി കൊട്ടാരം എന്ന ഒരു നിർമ്മിതിയുടെ അവശേഷിപ്പ് ഒരല്പം ബാക്കിയായി ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ട്.